എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമായ ചേരുവകൾ നോക്കാം. അതിനായി 1 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1/2 കപ്പ് വെല്ലം, 1 ടീസ്പൂൺ വലിയ ജീരകം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം എള്ള് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായൊന്ന് ഗോൾഡൻ ആകാം. എല്ലാം റെഡി ആയിട്ടുണ്ട്, എടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി അലിഞ്ഞ ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലുള്ള കമ്പുകളെല്ലാം ഉണ്ടാകും. നന്നായി അലിഞ്ഞിട്ടുണ്ട്, അരിച്ചെടുക്കാം. പാനിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നൂൽപ്പരുവെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നന്നായി പതയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിടാം. 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. നന്നായി പതഞ്ഞു വരണം. കുറച്ച് ശർക്കരപ്പാനി എടുത്ത് വെള്ളത്തിലേക്ക് ഇറ്റിച്ച് നോക്കാം. ചെറിയ ഉരുളകളാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കറക്റ്റ് പരുവാണ്. ഇനി ഇതിലേക്ക് പൊട്ടുകടലയെല്ലാം ചേർക്കാം. വലിയ ജീരകം, എള്ള് നന്നായി മിക്സ് ചെയ്യാം. ഇത്രയും മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പരത്താം. നെയ്യ് തേച്ച് വെച്ച പാത്രത്തിലേക്കാണ് ഇടുന്നത്. ഘനമില്ലാതെ കിട്ടാൻ വേണ്ടി ടിഫിൻ ബോക്സിൻ്റെ അടപ്പിലേക്കാണ് ഇടുന്നത്. നന്നായി പരത്തിയെടുക്കാം. ഇതേ ചൂടോടുകൂടി തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചൂടാറുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ കഷ്ടമാണ്.
ഇനി തണുക്കുന്നതിന് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. ഇതെടുക്കാം. ഇനി ആൾറെഡി ഒന്ന് മുറിച്ച് വെച്ചതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസിയാണ് എടുക്കാൻ. പത്ത് 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടുകടല ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തിയായ ബർഫി റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീനും കാൽഷ്യം അയണും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി സ്നാക്സ് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പി തന്നെയാണ്.